ഉറക്കം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ആളുകൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഏറ്റവും നല്ലൊരു കാര്യം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുക എന്നതായിരിക്കും. പലതരത്തിലുള്ള വെറൈറ്റി ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. എന്നാൽ നമ്മുടെ ഒരു ലോകത്ത് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയ്യേ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഈ ലോകത്തുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തന്നെയുള്ള ഭയങ്കര വിചിത്രമായിട്ടുള്ള ഭയങ്കര വെറൈറ്റിയോടുകൂടിയുള്ള കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ സൺഡേ ഫണ്ട് എപ്പിസോഡോട് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു AFWorld, AFLU ഹിയർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ബിറ്റ്കോയിൻ, എതേറിയം പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ ഫ്രീ ആയിട്ട് ലഭിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറിയിട്ട് ക്രിപ്റ്റോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ റെഫറൽ കോഡായിട്ടുള്ള Y0RGJ0 എന്ന് പറഞ്ഞ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് കാർഡ് ലഭിക്കുന്നതായിരിക്കും. 100% അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കോയിൻ ലഭിക്കുന്നതായിരിക്കും. അപ് ടു 0.02 BTC വരെ, അതായത് 80,000 രൂപ വില മതിക്കുന്ന ബിറ്റ്കോയിൻ വരെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾക്ക് അതിലുണ്ട്. മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ക്രിപ്റ്റോ കറൻസികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതെല്ലാം നമുക്ക് റിയൽ മണി ആയിട്ട് മാറ്റാൻ സാധിക്കുന്നുണ്ട്. UPI വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ഇതിലേക്ക് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ക്രിപ്റ്റോ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷോപ്പുകളിലും മാളുകളിലും ഒക്കെ ഈസി ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ സെൻഡ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനും യാതൊരു ബ്രോക്കറേജുകളും കൂടാതെ സാധിക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യാനും സെൽ ചെയ്യാനും ബൈ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഏതൊരു ബിഗിനറും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. മിനിമം ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു 50 രൂപയാണ്. KYC വെരിഫിക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് 10,000 രൂപ വരെ ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രോഫിറ്റുകളുടെ ടാക്സ് പോലെ തന്നെ ക്രിപ്റ്റോ കറൻസികൾക്കും ടാക്സ് വരുന്ന രീതിയിലാണ് പുതിയ റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് ക്രിപ്റ്റോ കറൻസികൾ തരുന്ന ക്രിപ്റ്റോ ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മൾ മുമ്പും ഇത്തരത്തിലുള്ള ഭയങ്കര വിചിത്രമായിട്ടുള്ള ഭക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവയിൽ ചിലതൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര അറപ്പൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് കഴിക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങാനും വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്നുള്ളത്. ആ ഒരു കാര്യം ഞാൻ ഇവിടെയും ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് എലിഫന്റ് മീറ്റ് ആണ്, അഥവാ ആനയുടെ മാംസം. ആനയെ നമ്മൾ ഭയങ്കര വലിയൊരു സംഭവമായിട്ടൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റോട് കൂടി കാണുന്ന ഒരു സംഭവമാണ്. പക്ഷേ ആനയുടെ മാംസം നമ്മൾ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലഭ്യമാണ്. മനുഷ്യൻ വേട്ടയാടുന്ന കാലം മുതൽ, മനുഷ്യൻ കാട്ടിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലം മുതൽ തന്നെ ആനകളെ ഭക്ഷിച്ചു വരുന്നൊരു ശീലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ആഫ്രിക്കക്കാരായിട്ടുള്ള ചില ആളുകൾ ഇന്നും ആ ഒരു ശീലം അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഈ ഒരു മാംസം, ആനയുടെ മാംസം ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നിരോധിച്ചാണ് ഭക്ഷിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അവിടെയുള്ള ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ ഇത്തരത്തിലുള്ള ആന മാംസം ഇഷ്ടം പോലെ ലഭ്യമാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഒരു ആനയുടെ വില ബ്ലാക്ക് മാർക്കറ്റിൽ ഏറെക്കുറെ 20 ലക്ഷം രൂപയോളാണ്. അപ്പോൾ അത്യാവശ്യത്തിലധികം കാശ് ഉണ്ട് എങ്കിൽ നമുക്ക് ഇത്തരത്തിൽ തന്നെ നമ്മുടെ ഫംഗ്ഷനുകളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ആന മാംസം ഇത്തരത്തിൽ മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ആഫ്രിക്കയിലെ ചില വില്ലേജുകളുടെ കാര്യത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അവർ ഇത്തരത്തിൽ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുള്ള ആനകളൊക്കെ കിട്ടുന്ന അവസരത്തിൽ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് അതിൻ്റെ മാംസം എല്ലാം മുറിച്ചെടുക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട്. നമ്മളൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റി കിടക്കുന്ന ആനയൊക്കെ ലഭിക്കുകയാണെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ജല്ലിക്കെട്ടിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ചുറ്റും കൂടി നിന്ന് ആയുധങ്ങളുമായിട്ട് ആ ആനയെ പെട്ടെന്ന് തന്നെ മുറിച്ചെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് പൂച്ച മാംസമാണ്. ഇറ്റലിയിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ പൂച്ച മാംസം ആവശ്യത്തിലേറെ, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ള, അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഭക്ഷണം എന്ന നിലക്കൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് വലിയ തരത്തിലുള്ളൊരു പട്ടിണി, ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും കിട്ടാതെ വന്നൊരു സാഹചര്യത്തിൽ അവരുടെ മുമ്പിൽ ആകെക്കൂടെ ഉണ്ടായിരുന്നത് പൂച്ച മാത്രമായിരുന്നു. പിന്നെ അവർ കാര്യമായിട്ടൊന്നും ചിന്തിച്ചില്ല. പൂച്ചയെ നേരെ എടുത്ത് കട്ട് ചെയ്ത് നേരെ ചട്ടിയിലാക്കി കഴിക്കാൻ ആരംഭിച്ചു. അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റെസിപ്പി കൂടെ അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂച്ചയെ കൊന്ന് അതിൻ്റെ തൊലിയെ കുരിഞ്ഞതിന് ശേഷം 2 ദിവസം അവർ ഈ ഒരു പൂച്ചയെ വെള്ളത്തിലിട്ട് വെക്കും. അതിനുശേഷമാണ് ഇത് എടുത്തിട്ട് അവർ കുക്ക് ചെയ്യുന്നത്, ഫുഡായിട്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീട് ഈ ഒരു രീതിയിൽ ഭക്ഷണം ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു കാര്യത്തെ അവരങ്ങനെ തുടർന്ന് പോകുന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റലിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പൂച്ച മാംസം നമുക്ക് ലഭ്യമാണ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ
മൂന്നാമതായിട്ട് വരുന്നത് ടൂണ ഐസ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ മത്സ്യങ്ങളുടെ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. പക്ഷേ ജപ്പാനിലുള്ള ചില ബാറുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ മത്സ്യങ്ങളുടെ കണ്ണ് മാത്രമായിട്ട് ലഭിക്കും. പ്രത്യേകിച്ച് ടൂണ മത്സ്യത്തിൻ്റെ കണ്ണ് മാത്രമായിട്ട് അവിടെയുള്ള പല ബാറുകളിലും ഈ ഒരു സൈഡ് ഡിഷ് എന്നോണൊക്കെ നൽകി വരുന്നുണ്ട്. ഒരു ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ടൂണ ഐസ് എങ്കിൽ പോലും ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ കൂടെ അടിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും എന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് ആളുകൾ ഇന്നും ഈ ഒരു ടൂണ ഐസിനെ ജപ്പാനിലേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് സെഞ്ചുറി എഗ് ആണ്, അഥവാ നൂറ്റാണ്ട് മുട്ടയാണ്. ഈ ഒരു ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായ ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീല് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ഒരു കോഴിമുട്ട അവരുണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ക്ലേ, അതുപോലെ തന്നെ ചുണ്ണാമ്പ്, അതുപോലെ ആഷ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിശ്രിതത്തിലേക്ക് ഇത്തരത്തിലുള്ള പുഴുങ്ങിയ മുട്ടകൾ കൊണ്ടുവന്ന് വെക്കും. പിന്നെ ഒരുപാട് അനേകം കാലം, ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ ഇവർ ഈ ഒരു മുട്ടയെ അത്തരത്തിൽ തന്നെ പാക്ക് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. പിന്നീട് നമ്മൾ ഈ ഒരു കോഴിമുട്ടയെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുട്ടകളെ എടുത്ത് നോക്കുമ്പോൾ, അതെടുത്ത് പൊളിച്ചു നോക്കുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമുക്കൊന്ന് ഊഹിക്കാവുന്നതാണ്. അതൊന്ന് തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്മെല്ല് കാരണം അവിടെ ഒന്നും നിൽക്കാൻ കഴിയില്ല. എന്നാൽ പോലും ഈ ഒരു സംഭവത്തിന് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് എന്നൊരു കാര്യം കൊണ്ടാണ് അവർ ഇത്തരത്തിൽ സെഞ്ചുറി എഗ്ഗുകൾ ഉണ്ടാക്കിയിട്ട് ധാരാളമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്നത് ജിങ് ലീഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. വല്ലാണ്ടങ്ങ് ചിന്തിച്ചു പോകുന്നു വേണ്ട. തായ്ലൻഡിൽ നമുക്ക് ലഭിക്കുന്ന വെട്ടുകിളി ഫ്രൈ ആണ്, അതായത് ഈ പുൽച്ചാടി ഫ്രൈ ആണ് ജിങ് ലീഡ് എന്ന് പറയുന്നത്. അവിടെയുള്ള സ്ട്രീറ്റിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു വെട്ടുകിളി ഫ്രൈ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ലോലിപോപ്പ് ഇങ്ങനെ വയലിട്ട് നടക്കുന്നതിന് പകരമായിട്ട് അവിടെയുള്ള ആളുകളൊക്കെ പ്രധാനമായിട്ടും ഇത്തരത്തിൽ കൊള്ളികളിൽ കുത്തിവെച്ചിട്ടുള്ള ഈ ഒരു പുൽച്ചാടി ഫ്രൈ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് വരുന്നത് വാസ്പ് ബിസ്ക്കറ്റ് ആണ്. നമ്മൾ പലതരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ബിസ്ക്കറ്റ് ഒരിക്കലും നിങ്ങൾ ആരും തന്നെ കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. മറ്റൊന്നല്ല, ഈച്ചയെ പിടിച്ച് നേരെ ബിസ്ക്കറ്റിനകത്താക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതാണ് ഈ ഒരു വാസ്പ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഈച്ച കടന്നൽ അത്തരത്തിലുള്ള സംഭവങ്ങളെ പ്രത്യേകമായിട്ട് ബിസ്ക്കറ്റിനോട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക തരം ബിസ്ക്കറ്റാണ് ഇത്തരത്തിൽ വാസ്പ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ജപ്പാനിലാണ് ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റുകൾ നമുക്ക് കാര്യമായിട്ട് തന്നെ ലഭിക്കുന്നത്. അവിടെ അത്യാവശ്യം ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് തന്നെയാണ് ഇത്. നമ്മുടെ ലിസ്റ്റിൽ ഇനി ഏഴാമതായിട്ട് വരുന്നത് എസ്കാർഗോട്ട് എന്ന പേരുള്ള ഒരു സംഭവമാണ്. നമ്മൾ കേൾക്കുമ്പോൾ എസ്കോട്ട് എന്നൊക്കെ ബന്ധപ്പെട്ട് എന്തോ ഭയങ്കര സംഭവമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ പോലും ഇത് ആ സംഭവമല്ല. ഭയങ്കര സ്ലോയിൽ ഇങ്ങനെ അരിച്ചരിച്ചു പോകുന്ന ഭയങ്കര കൊഴുപ്പുള്ള ഒച്ചുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒച്ചിൻ്റെ ബാക്കിൽ ഒരു കുടം പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തോട് കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒച്ചുകളെ പിടിച്ചെടുത്തിട്ട് പതിയെ ഒച്ചിനതിൻ്റെ കൂടിൽ നിന്നും പുറത്തെടുത്ത് കുറച്ച് ഉപ്പും മുളകും മസാലയൊക്കെ തേച്ചിട്ട് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ട് അതിനെ വീണ്ടും എടുത്തിട്ട് ഈ തോടിനകത്ത് തന്നെ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതാണ് എസ്കർഗോട്ട് എന്ന പേരുള്ള ഈ ഒരു ഡിഷ്. ഫ്രാൻസിലാണ് ഇത്തരത്തിൽപ്പെട്ട ഒച്ച് ഫ്രൈ അല്ലെങ്കിൽ എസ്കർഗോട്ട് കാര്യമായിട്ട് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ എട്ടാമതായിട്ട് വരുന്നത് ടെക്കീല വോം ആണ്. പേര് കേട്ടിട്ട് എന്തോ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സംഭവം വളരെ സിമ്പിളാണ്. ചെറിയൊരു ഗ്ലാസ് മദ്യം, അതിലൊരു പുഴു ഉണ്ടായിരിക്കും. അതായത് പുഴുവിനെ ഇട്ട് വെച്ച മദ്യം എന്ന് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് പറയാം. എന്തുകൊണ്ടാണ് ആളുകൾ ഈ പുഴുവിനെ എടുത്തിട്ട് മദ്യത്തിലേക്ക് ഇടുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. മെക്സിക്കോയിൽ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ തന്നെ ഒരാളൊരു ബോട്ടിൽ മദ്യം വാങ്ങിയിട്ട് നേരെ ഒഴിച്ച് കുടിച്ചു നോക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ബോട്ടിലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടൊക്കെ ആ ഒരു സംഭവം അയാൾക്ക് തോന്നുകയാണ്. അപ്പോൾ അയാളൊന്ന് കാര്യമായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അതിനകത്ത് ഒരു പുഴു വീണ് എടുക്കുന്നതായിട്ട് അയാൾക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് മെക്സിക്കോയിൽ ഇത് അങ്ങോട്ട് വലിയൊരു ട്രെൻഡായിട്ട് മാറുകയായിരുന്നു. ടെക്കീല വോം എന്ന പേരിൽ തന്നെ പിന്നീട് അങ്ങോട്ട് പുഴുക്കളെ ഇട്ടിട്ട് മദ്യമാളുകൾ ധാരാളമായിട്ട് വിൽപ്പന നടത്താൻ ആരംഭിക്കുകയായിരുന്നു. നമ്മുടെ ലിസ്റ്റിൽ ഇനി ഒമ്പതാമതായിട്ട് വരുന്നത് പിക്കിൾഡ് എഗ് ആണ്. നമ്മൾ പലതരത്തിലുള്ള അച്ചാറുകൾ കഴിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ഇട്ടിട്ട് അച്ചാറാക്കാറുണ്ട്. എന്നാൽ എഗ്ഗ് അഥവാ മുട്ടകൾ എടുത്തിട്ട് നമ്മൾ അച്ചാറാക്കി കഴിഞ്ഞാൽ, പിക്കിളാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതാണ് പിക്കിൾഡ് എഗ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലാണ് കാര്യമായിട്ട് ഇത്തരത്തിൽ പിക്കിൾഡ് എഗ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. നേരെ പുഴുങ്ങി എടുത്തിട്ടുള്ള കോഴിമുട്ട രണ്ടായി കീറി എടുത്തിട്ട് നേരെ കുറച്ച് വിനാഗിരിയിലേക്ക് ഇട്ട് വെക്കുന്ന ഒരു പരിപാടിയാണ് അവർ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ചധികം ദിവസങ്ങൾ എടുത്തു വെക്കുമ്പോഴേക്ക് ആ ഒരു മുട്ടയുടെ കളർ പൂർണ്ണമായിട്ടും മാറിയിട്ട് പിങ്ക് കളറിലേക്കൊക്കെ മാറുന്നതായിരിക്കും. കാണുമ്പോൾ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് എന്നതുപോലെ തന്നെ അത് കഴിക്കുമ്പോഴും അത്യാവശ്യം ടേസ്റ്റിയാണ് എന്ന നിലക്കാണ് അവർ പറയുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഭയങ്കര വിചിത്രമായിട്ടുള്ളതും വേണമെങ്കിൽ നമുക്കും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ തോന്നുന്ന ഒരു സംഭവം
സംഭവം തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും. വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിൽ ഇനി അടുത്തതായിട്ട് 10ാമതായിട്ട് വീഴുന്നത് കങ്കാരു ഡിഷസ് ആണ്. കങ്കാരു ഡിഷ് എന്നല്ല, കങ്കാരു ഡിഷസ്. കാരണം അത്രയേറെ ഡിഷുകളാണ്, അത്രയേറെ വിഭവങ്ങളാണ് കങ്കാരുകളെ തലക്കടിച്ച് കൊന്നതിന് ശേഷം ഈ ഓസ്ട്രേലിയക്കാരെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഓസ്ട്രേലിയയിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കങ്കാരുകളെ കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നായ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന അതേ ഒരു ലാഘവത്തോടു കൂടി തന്നെയാണ് അവിടെയുള്ള ആളുകൾ ഈ ഒരു കങ്കാരുക്കളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു മെയിൻ പരിപാടിയാണ് ഈ പറയുന്ന കങ്കാരുക്കളെ എല്ലാം തല്ലിക്കൊന്ന് കറി വെക്കുക എന്നൊരു സംഭവം. നമ്മൾ ഗൂഗിളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ പല വെറൈറ്റികൾ അവർ ഇത്തരത്തിലുള്ള കങ്കാരുകളുടെ ഇറച്ചി കൊണ്ട് പല സംഭവങ്ങളും പല ഡിഷുകളും ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഇനി 11ാമതായിട്ട് വരുന്നത് കോബ്ര ഹേർട്ടാണ്. അതായത് മൂർഖം പാമ്പിന്റെ കഴുത്തിന് പിടിച്ചു കൊണ്ടുവന്ന് കീറിപ്പൊള്ളിച്ച് അതിന്റെ ഹൃദയം എടുത്ത് പുറത്തു വെക്കുന്ന ഒരു പരിപാടി. മൂർഖം പാമ്പിന് ശരിക്കും കഴുത്തുണ്ടാ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്താണെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ വിയറ്റ്നാമിലാണ് ഇത്തരത്തിൽപ്പെട്ട കോബ്ര ഹാർട്ട് കാര്യമായിട്ട് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്തരം ഈ ഒരു കോബ്ര ഹാർട്ട് അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ ഹൃദയം എന്നൊക്കെ പറയുന്നത്. പക്ഷേ വിയറ്റ്നാമിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് ഇത്. നമ്മുടെ ലിസ്റ്റിൽ 12ാമതായിട്ട് വരുന്നത് മങ്കി മീറ്റ് ആണ്. ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ ആനകളെ കൊന്ന് കറി വെച്ച് തിന്നുന്ന അതേപോലെ തന്നെ കുരങ്ങന്മാരെയും കൊന്ന് കറി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പല വെറൈറ്റി ഓഫ് ഡിഷസ് ആണ്, പല വ്യത്യസ്ത തരത്തിൽപ്പെട്ട വിഭവങ്ങളാണ് ഈ ഒരു കുരങ്ങന്മാരുടെ മാംസം ഉപയോഗിച്ചുകൊണ്ട് ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ട് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവർ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല, ഒരുപാട് അനേകം വർഷങ്ങളായിട്ട് അവരെങ്ങനെ ചെയ്തു വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലിസ്റ്റിൽ ഇനി 13ാമതായിട്ട് വരുന്നത് സിർഡൻ എന്ന പേരുള്ള ഒരു തുർക്കിഷ് ഡിഷാണ്. ഡേർട്ടി മൈൻഡഡ് പീപ്പിൾസിനൊക്കെ കാര്യം പലതരത്തിലും തോന്നുന്നുണ്ടാവും. പക്ഷെ ഇതല്ല, വെയിറ്റ് ഇതല്ല. അവിടെ ഫേമസ് ആയിട്ടുള്ള, തുർക്കിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രത്യേകമായിട്ട് മീറ്റ് തന്നെയാണ്. മീറ്റിനെ പലതരത്തിൽ ഇവർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തുന്നിയെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത്. കാഴ്ചയിൽ നമുക്കെല്ലാവർക്കും അത്തരത്തിൽ തന്നെ ഭയങ്കര വിചിത്രമായിട്ടുള്ള നമ്മുടെയൊക്കെ ഒരു അവയവം പോലെയൊക്കെ തോന്നുമെങ്കിൽ പോലും സിർഡാൻ എന്ന പേരുള്ള ഒരു തുർക്കിഷ് ഡിഷ് അതല്ല. ഇത് അവർ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തുന്നിയെടുത്തിട്ടുള്ള ഒരു ഡിഷാണ്. ഈ ഒരു നൂലുകളോടൊക്കെ കൂടി തന്നെയാണ് അവർ നമുക്ക് ഈ ഒരു ഡിഷ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോസ്റ്റോടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ തന്നെ കുറച്ചധികം വെറൈറ്റി തേടി ഞാനും ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി ചെന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കഴിക്കാൻ വേണ്ടി അവർ നേരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് പച്ചമാംസമായിരുന്നു. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ വ്ളോഗ് ചാനലിൽ ഒരു വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വ്ളോഗ് ചാനലിലൂടെ ഒന്ന് കയറി വെക്കിയാൽ അങ്ങനെ പെട്ടുപോയൊരവസ്ഥ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും. അവർ നേരെ മുന്നിൽ കൊണ്ടുവന്ന വെച്ച് ഭയങ്കര സ്ലൈസി ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബീഫ്, ചിക്കന്, അതേപോലെ തന്നെ പച്ചക്കുള്ള പ്രോൺസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു. അപ്പോൾ വ്ളോഗ് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ, അപ്പോൾ ഇത്രയും ഫുഡുകൾ പറഞ്ഞതിൽ ഏതാണ് നിങ്ങൾക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയത് എന്നതിനെ കുറിച്ചിട്ടും ഏത് ഭക്ഷണമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്നതിനെ കുറിച്ചിട്ടും താഴെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.